ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ആച്ചക്കുട്ടിയെ തന്നെ വർഷയും അതുപോലെ തന്നെ വിവേയും കൂടി ഒരുമിച്ച് വളർത്താൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ ഇന്ന് ആ ഒരു സംഭവം, അതായത് ആർച്ചക്കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് മല്ലിക പോയിട്ട് ആ ഒരു വസുന്ധരയോടും വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോഴത്തേനും ധനപാലൻ തിരിച്ചും പറയുന്നുണ്ട്, ആ റിലേറ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും, അല്ലാണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല, അത് വേറെ ആരോ ആണെന്ന് പറയുമ്പോൾ വിവേക് എന്തായാലും അതിനുള്ള മറുപടി, തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. അത് അവൾക്ക് അറിയുന്നൊരു കുട്ടിയാണ്, ഒരു പാവം കുട്ടിയാണ്, അതിനെ ചിലപ്പോൾ കുറച്ച് ദിവസത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അതിനെന്താ ഇപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറ്റില്ല, കല്യാണം കഴിയാത്ത വർഷയുടെ കൂടെ ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല, അതാണ് എനിക്ക് തീരെ താല്പര്യമില്ല, ഇതിപ്പോൾ ഒരു സത്രമാക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ വിവേകിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വിവേകും ധനപാലനും കൂടി ജാൻസി വില്ലിലേക്ക് പോകുന്നുണ്ട്. ആ സമയം തന്നെ വർഷയാണെങ്കിൽ മോളെ ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അഞ്ചു വരുന്നുണ്ട്. ദേ വിവേകും മംഗളും തന്നെ കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്, താൻ വായോ, മോൾ ഉറങ്ങിയിട്ടില്ലല്ലോ, മോൾ ഇവിടെ കിടന്നോളും, താൻ വായോ എന്ന് പറയുന്നു. ആ സമയത്ത് അഭിയും ശിവയും കൂടി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് അവൾ ഏൽക്കുന്നില്ല, ഇതിപ്പോൾ ആ കുട്ടിയെ വെച്ചിട്ട് അവളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, നമുക്ക് ഒരുമിച്ച് തീരുമാനം ഉണ്ടാക്കാമെന്ന് ധനപാലനും പറയുന്നു. ആ വർഷം മോൾ വന്നോ, പിന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മോൾ വിഷമിക്കേണ്ട, ആ കുട്ടിയെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൈകളിൽ ഏൽപ്പിച്ചാൽ പോരെ, നമുക്ക് നല്ലൊരു ഓർഫണേജിൽ കൊണ്ടുപോയി ആക്കാം, അങ്ങനെയാകുമ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആ കുട്ടി അവിടെ താമസിച്ചോളും എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അത് അങ്കിൾ, അപ്പോൾ വർഷയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടുന്നില്ല. ശിവ പറയുന്നുണ്ട്, ആ ഒരു നല്ലൊരു ഓർഫനേജ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ ആക്കാം, എനിക്ക് പരിചയമുള്ള കൂട്ടത്തിലാണ് അതുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈ കുട്ടി കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും, അത് വേണ്ട. അബിക്ക് നല്ല ദേഷ്യമുണ്ട്, കാരണം എങ്ങനെയെങ്കിലും വിവേകമായിട്ടുള്ള വിവാഹം നടക്കണം, അതിൻ്റെ ഇടയിലൊരു കുട്ടി, അപ്പോഴത്തേന് വീട്ടുകാർ സമ്മതിക്കില്ല എന്നറിയാം, അതിനുവേണ്ടി അബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഏതോ ഒരു കുട്ടി, ബന്ധത്തിലില്ലാത്തൊരു കുട്ടിക്ക് തുടർന്ന് വലിയ ചീത്തപ്പേര് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് ഉറക്കത്തന്നെ പറയുന്നുണ്ട് കേട്ടോ. ശിവയും അതേ മറുപടി തന്നെയാണ്, എനിക്കും താല്പര്യമില്ല, എൻ്റെ ബന്ധത്തിലില്ലാത്ത ഈ കുട്ടിയുടെ പേരും പറഞ്ഞ് എനിക്കൊരു ചീത്തപ്പേര് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നും പറയുന്നു. എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാകുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. വിവേക് വർഷയുടെ വിഷമം കണ്ടിട്ട്, താൻ വിഷമിക്കേണ്ടടോ, തൻ്റെ സ്നേഹം പോലെ ആ കുട്ടിയെ സുരക്ഷിത കയ്യിൽ ഏൽപ്പിച്ചാൽ പോരെ, എന്തായാലും അതിനുള്ളതൊക്കെ നമ്മൾ ചെയ്യാം, അതിനുള്ള നടപടികളൊക്കെ നമ്മൾ ചെയ്താളാം എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വർഷമോളൊന്നും പറഞ്ഞില്ലല്ലോ, വർഷമോളുടെ മനസ്സ് മാറണമെങ്കിലും എന്തായാലും ആ ഓഫണേജിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കണം ശിവമോളെ എന്ന് പറയുന്നു. എന്തായാലും ശിവ ആ കോള വിളിക്കുകയാട്ടോ ചെയ്യുന്നത്. അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതിനു വേണ്ടി ഈ കുട്ടി ഉണ്ടായിട്ട് അവളുടെ ഭാവി നശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അങ്കിൾ, അതുകൊണ്ടാണ് അവളുടെ പുറകെ ഞങ്ങൾ കൂടിയിരിക്കുന്നതെന്ന് പറയും. അകത്ത് ചെന്നിട്ട് ആർച്ചമോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക, മോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ അഞ്ചു വന്നിട്ട് പറയുന്നുണ്ട്, എന്താടോ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്, അവരെ വിളിച്ചിട്ട് കിട്ടിയോ ആ സിസ്റ്ററിനെ, ഞാൻ വരുന്നവരെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഇനി എന്നാൽ ഇപ്പോൾ വിളിക്കേണ്ടെന്ന് പറയാം, ഈ കുട്ടീനെ ഏൽപ്പിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി ചിന്തിക്കട്ടെ, മോൾ ഉറങ്ങിയിട്ടില്ല, കാരണം അവൾക്ക് എന്തോ ദുസൂചന കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും അവളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്, അത് ഇവളുടെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ അയാൾ ഒരു സമാധാനത്തിലാണ് അവിടെ നിന്നത്, ഇനി ഈ കുട്ടിയെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും തൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേടോ എല്ലാവരും പറയുന്നത്, താൻ വിഷമിക്കേണ്ട, ആ കുട്ടിയെ നമുക്ക് സന്തോഷത്തോടു കൂടി കൊണ്ടാക്കുകയല്ലേ, നിങ്ങളെപ്പോഴും അങ്ങോട്ട് ചെല്ലും, മാത്രമല്ല അവിടെ ഒരു വീടിൻ്റെ ഫീലാണ് തന്നെയാണുള്ളത്, അതുകൊണ്ട് ആ കുട്ടിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലെന്നേ, താൻ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് ശിവയും അതുപോലെ തന്നെ വർഷയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിയെ ഓഫണേജിലാക്കണ കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോഴത്തേനും അഭി പൊട്ടിത്തെറിക്കുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, തൻ്റെ ഈ ചിന്തയൊന്നും നടക്കില്ല, ആ കുട്ടിയെ ഓഫണേജിലാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നു. വേണ്ടാത്ത വയ്യാവേലിയൊന്നും തലയിൽ ചുമക്കാൻ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈ 100 കൂട്ടം ടെൻഷനായി നടക്കുന്നവളാണ് ഞാൻ, അതിലുപരി ഇതും കൂടി നടക്കില്ല എനിക്ക് പറഞ്ഞിട്ട് ദേഷ്യത്തോട് പോകുന്നു. അബിക്ക് ഇതെന്താ പറ്റി, അബിക്കുമായിട്ട് ഇതെന്ത് ബന്ധമുള്ളത്, ഇത്രയും ദേഷ്യപ്പെടാൻ എന്തെങ്കിലും കാരണമുണ്ടോ, അവൾക്ക് വേറെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു, ഒന്നും നമ്മളോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ, താനൊന്ന് സമാധാനപരമായി ആലോചിക്കുക വർഷേ, നമ്മുടെ കാര്യങ്ങളെല്ലാം തനിക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്, ഈ കുട്ടിയെ കൊണ്ടു ചെല്ലാൻ ആ വസുന്ധരാൻ്റെ സമ്മതിക്കുമോ, അവരുടെ മരുമകളായിട്ട് തന്നെ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടിയെ കൊണ്ടു ചെല്ലാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ, ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ തൻ്റെയും ആ കുട്ടിയുടെയും ഭാവിയും ഒരുപോലെ സുരക്ഷിതമാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് താൻ മനസ്സിലാക്കണമെന്നും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നീട് വിവേകിനെ കാണാനായിട്ട് ശിവയും അതുപോലെ അഭിയും കൂടി ചെല്ലുന്നുണ്ട്. എന്തോ അവളെന്തോ സമ്മതിക്കുന്നില്ല. ആദ്യമൊക്കെ സമ്മതിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ വാക്ക് മാറ്റിയെന്ന് പറയുന്നു. വിവേകാണെങ്കിലോ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീനാഥ് എന്തെങ്കിലും തിരിച്ചു വരും പറഞ്ഞിട്ട് 6 മാസം സമയം കൊടുത്തു. അത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ശ്രീനാഥ് തന്നെ അവൾ വിവാഹം കഴിക്കാൻ വരട്ടെ. മരിച്ചു പോയ ഒരാൾ എങ്ങനെയാണ് വിവേകെ വരിക? അവളുടെ ആഗ്രഹം അതാണ്. അവൾ പറഞ്ഞിട്ടുണ്ട് എന്നെയും അത് ശ്രീനാഥിനെയും ഒരേപോലെയാണ് അവൾ കാണുന്നതെന്ന്. അവൾക്ക് ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ശ്രീനാഥ് മാത്രമാണ്. അല്ലെങ്കിലൊക്കെ എന്നെ സ്നേഹിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കാമെന്ന് പറയുന്നു. അഭി ആണെങ്കിലോ അത് കേൾക്കുമ്പോൾ ഒന്നുകൂടി ടെൻഷൻ ആവുന്നുണ്ട്. വിവേകേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ഈ കാലത്തൊന്നും ഇങ്ങനെ നടക്കാനായിട്ട് പോകുന്നില്ല. അവൾ വേണ്ട പോലെ ഉപദേശിച്ചാൽ അവൾ വഴിക്ക് വരുന്നേ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് നോക്കാം എന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അഭിയോട് ശിവ വീണ്ടും ചോദിക്കുന്നുണ്ട്. വിവേക് അങ്ങോട്ട് പോകുമ്പോൾ തൻ്റെ മനസ്സിൽ ഓരോ പ്രശ്നമുണ്ടെന്ന് പറയുന്നല്ലോ, അതെന്താ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതല്ലേ, എനിക്കൊരു പ്രശ്നമില്ലെന്നേ. ഇതുപോലെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വർഷം എപ്പോഴേ നന്നായേനെ എന്ന് പറയുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് പാലക കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ വർഷ. പക്ഷെ മോൾ പാല് കുടിക്കാനൊക്കെ പറയുന്നു. വിവേകാണെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോൾ കൊടുക്കുന്നുണ്ട്, കുട്ടിയോട് കളിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വിവേക് വന്നിട്ട് മോളെ മടിയിലിരുത്തുന്നു. ആ കുട്ടിയാണെങ്കിൽ വേഗം വിവേകിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ ബോൾ വെച്ച് തട്ടി കളിക്കുന്നു. തനിക്ക് ഈ കുട്ടിയെ വിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലേ? എനിക്ക് ഈ കുട്ടിയെ അങ്ങനെ കളയാൻ തോന്നുന്നില്ല. ഒരുപാട് ആൾക്കാർ പറഞ്ഞെങ്കിലും ഞാൻ ഈ മോൾക്ക് വേണ്ടിയിട്ട് എന്തോ എനിക്ക് ഇവളോട് ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ പേരോ സ്വഭാവം ഒന്നും കൊണ്ടല്ല, എന്തോ ഒരു അടുപ്പം അതുമാത്രം. ആ കുട്ടിയുടെ അച്ഛൻ അത്രയും ദയനീയമായി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല വിവേക് എന്ന് പറയുന്നു. തനിക്ക് ഇത്രമാത്രം സ്നേഹമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ ശ്രീനാഥിനെ കുറിച്ചാണെങ്കിൽ എന്നെ തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ശ്രീനാഥിൻ്റെ കൂടെ താൻ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി കാത്തിരുന്നോളൂ എന്ന് പറയുന്നു. വിവേക് അരുത്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. കാരണം വിവേകിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേനും ശ്രീയേട്ടനെ കുറിച്ചുള്ള സകല ഓർമ്മകളും നശിപ്പിക്കണം എന്നെൻ്റെ ആഗ്രഹമുണ്ട്. എന്നിട്ട് വേണം വിവേകിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ. അല്ലാതെ വേറെ ഒന്നുമല്ല. തനിച്ചിരിക്കുമ്പോൾ ശ്രീയേട്ടൻ എൻ്റെ മനസ്സിൽ കയറി വരികയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളും ചിന്തകളൊക്കെ വരികയാണ്. വേറെ ഒന്നുമല്ല വിവേകെ. അല്ലാതെ വിവേകിനോട് ഇഷ്ടക്കമ്മിയൊന്നുമില്ല. വിവേകിൻ്റെ ഭാര്യയായിട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് ചിന്തിക്കുന്നുണ്ട്, ഇവൾ ഒരു എൻഗേജിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകയുടെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ, അതായത് ശ്രദ്ധയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഈ കുട്ടി കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ കൂടുതൽ സൗകര്യമായിരുന്നേനെ. അതിന് മമ്മി സമ്മതിക്കുമോ എന്നും അറിയില്ല. ആ സമയം തന്നെ ഒരാൾ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ കേട്ടോ. കുറിച്ചും കുട്ടീനെ വീഡിയോ അതുപോലെ തന്നെ വർഷയുടെയൊക്കെ എന്തോ ആരോ ഒന്നും അറിയില്ല. എന്തായാലും വർഷയ്ക്ക് അവിടെ എന്തോ ഒരു പ്രശ്നം അവിടെ വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.